അനുഗ്രഹീതമായ നല്ലൊരു പ്രഭാതം കൂടെ അനുവദിച്ചു തന്ന ദൈവത്തിന് ഒരായിരം നന്ദി കരേറ്റാം. നാം ആരാധിക്കുന്ന ദൈവം സർവശക്തനാണ് എന്നുള്ള ബോധ്യം നമ്മളിൽ പലപ്പോഴും ഉണ്ടാകാറില്ല എന്നുള്ളതാണ് വാസ്തവം. നമ്മൾ നമ്മുടെ ദൈവത്തെ കൂട്ടിനകത്തിടുകയും ഒരു ഫ്രെയിമിനകത്തൊതുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ദൈവം സർവശക്തിയുള്ള ദൈവമാണെന്ന് വേദപുസ്തകം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. സങ്കീർത്തന പുസ്തകം 139 അധ്യായം അതിൻ്റെ 13 മുതൽ 18 വരെയുള്ള 5 വാക്യങ്ങൾ ഞാൻ പെട്ടെന്നൊന്ന് ഓടിച്ച് വായിക്കാം. നീയല്ലോ എൻ്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെനഞ്ഞു. ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കിയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ പ്രവർത്തികൾ അത്ഭുതകരമാകുന്നു, അത് എൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ അസ്ഥികൂടം നിനക്ക് മറവായിരുന്നില്ല. ഞാൻ രൂപം പ്രാപിക്കും മുമ്പേ നിന്റെ കണ്ണ് എന്നെ കണ്ടു. എനിക്ക് നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നും ഉണ്ടാകുന്നതിനും മുമ്പ് തന്നെ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. ദൈവമേ, നിന്റെ വിചാരങ്ങൾ എനിക്ക് എത്ര അമൂല്യമായവ, അവയുടെ ആകെത്തുകയും എത്ര വലിയത്. അവയെ എണ്ണിയാൽ മണലിനേക്കാൾ അധികം. ഞാൻ ഉണരുമ്പോൾ ഇനിയും ഞാൻ നിന്റെ കൂടെ ആയിരിക്കും. പ്രിയമുള്ളവരെ, ഈ ഭാഗമൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെ കരുതിയതിനും ദൈവം നമ്മെ സൃഷ്ടിച്ചതിനുമൊക്കെ ഒരു വ്യക്തമായ ചിത്രമാണ് ഇവിടെ എഴുതി നമ്മൾ വായിച്ചു കേട്ടത്. 13 വാക്യത്തിൽ പറഞ്ഞത് അന്തരംഗം എന്ന് പറയുന്നത് വികാരം, ആഗ്രഹം, ആന്തരിക സ്വഭാവം, ജ്ഞാനം, യുക്തി, ചിന്ത, ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ്. ദൈവം സർവശക്തനാണെന്നുള്ളതിന് വ്യക്തമായ തെളിവാണ് മനുഷ്യ സൃഷ്ടി, അതായത് നാം ഓരോരുത്തരും. അതുകൊണ്ടാണ് അടുത്ത വാക്യത്തിൽ പറയുന്നത് ഭയങ്കരവും അതിശയകരവുമായി മനുഷ്യനെ സൃഷ്ടിച്ച കാര്യം പറയുന്നത്. നമ്മുടെ ആന്തരിക ഘടകങ്ങൾ ഭയങ്കരമായും വെളിയിൽ കാണുന്ന ദൃശ്യമായ ബാഹ്യ ശരീരം അതിശയകരമായിട്ടുമാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ആന്തരിക അവയവമായ മനുഷ്യൻ്റെ തലച്ചോറ് ഏറ്റവും സങ്കീർണമായ ഒരു ചെറിയ ലോകമാണ്. കേവലം 1.5 കിലോഗ്രാം മാത്രം ഭാരമുള്ള ഈ മനുഷ്യ മസ്തിഷ്കം 10,000 കോടി കോശങ്ങളുടെ ഒരു വലിയ ഫാക്ടറിയാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. തലച്ചോറ് പോലെ തന്നെയാണ് ഹൃദയവും. ഒരു അത്ഭുത ലോകം തന്നെയാണ്. മനുഷ്യ ശരീരം നിർമ്മിക്കപ്പെട്ടത് ഒരമ്മയുടെ ഉദരത്തിൽ വച്ചാണെന്നുള്ള ഒരു ആലങ്കാരിക പ്രയോഗം അവിടെ കാണാം. ഘനമായവ എന്നതിന് വിലയേറിയവ എന്നാണ് അവിടെ ഒരാശയം പറയുന്നത്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കരുതലിൻ്റെയും കാര്യങ്ങൾ എണ്ണാൻ തുടങ്ങിയാൽ അത് മണലിനേക്കാൾ അധികം എന്നാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞു വെക്കുന്നത്. അതുമാത്രമല്ല, സങ്കീർത്തനക്കാരൻ പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ ഉറങ്ങിയാലും ഉണരുമ്പോഴും ദൈവത്തോടു കൂടെയായിരിക്കും. പ്രിയമുള്ളവരെ, എത്ര മനോഹരമായ ഒരു അനുഭവമാണ് മനുഷ്യ ജീവിതം എന്ന് പറയുന്നത്. നമുക്ക് പുകഴുവാനോ പ്രശംസിപ്പാനോ ഒന്നുമില്ല. ശ്വാസം വിടുകയും ശ്വാസം എടുക്കുകയും ഹൃദയമിടിപ്പുകൾ താളം തെറ്റാതെ അതതിൻ്റെ സമയത്ത് മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ഓരോ ഘടകങ്ങളെയും നിയന്ത്രിച്ച് നടത്തുന്ന ദൈവം
നമ്മുടെ കാര്യത്തിൽ ഇത്രമാത്രം ശുഷ്കാന്തി കാണിച്ച് ഒരു ദിവസം കൂടി ഭൂമിയിൽ നമുക്ക് ആയുസ് തന്നിരിക്കുമ്പോൾ ഒന്നിനെക്കുറിച്ചും വെറുതെ വ്യാകുലപ്പെട്ടുകൊണ്ട് നടക്കാതെ, എല്ലാം ചെയ്തു തരാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഇന്ന് പകലിൽ നമുക്കിടയാകട്ടെ. അതിനായിട്ട് ഈ ദിവസം ഒരുക്കിയിരിക്കുന്നു. നമുക്കതിനായി ഒരുങ്ങാം. സർവശക്തൻ്റെ ബലമുള്ള കൈക്കീഴിൽ നമുക്ക് താണിരിക്കാം. എല്ലാവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലെസ് യു.